MP ഗോവിന്ദൻ കേട്ടത് ആകെ ഈ അമിത്ഷായ്ക്ക് നന്ദി പറയുന്നത് മാത്രമാണ്. BJP സർക്കാരിനെ പുകഴ്ത്തിക്കൊണ്ട് അവർക്ക് നന്ദി പറയാന്ന് പറഞ്ഞാൽ ഈ ഇന്ത്യ രാജ്യത്തെയും കേരളത്തിലെയും ക്രിസ്ത്യൻ സമൂഹത്തിനോട് കാണിക്കുന്ന വഞ്ചനയാണ്. അത് പറയുന്നത് തെറ്റിരിക്കുന്നത് ന്യായമല്ലേ? ഒരു വെല്ലുവിളിക്കുന്നതല്ലേ? തലശ്ശേരിയുടെ സുരക്ഷിത താവളത്തിരുന്നുകൊണ്ട് പിതാവ് ഇങ്ങനെ പറഞ്ഞത് അതിനെ ചോദ്യം ചെയ്യണം. ഇവിടെ അത് കൊട്ടിക്കൊണ്ടിരിക്കേണ്ട ആവശ്യമില്ല. ഉള്ള കാര്യം തുറന്ന് പറയുന്നതിന് ആരെയും പേടിക്കണ്ട. നിന്റെ ഈ കോംപ്ലക്സ് മരിച്ചാലും മാറില്ലടാ. ഈ കേന്ദ്ര ഗവൺമെന്റിന്റെ ഭാഗത്തുനിന്നും ഇതിൻ്റെ അകത്ത് ഇടപെടൽ ഉണ്ടായതുകൊണ്ടാണ് ഈ 9ാമത്തെ ദിവസമെങ്കിലും ഈ ജാമ്യം കിട്ടിയത് എന്ന് മനസ്സിലാക്കുമ്പോൾ അതിന് നന്ദി പറയുന്നത് എന്താണ് തെറ്റ്? എന്തൊരു മനുഷ്യനാ, വെറുതെ മനുഷ്യനെ മെനക്കെടുത്ത. അതുകൊണ്ട് മറ്റുള്ളവരുടെ നല്ല പ്രവൃത്തികളെ നമ്മൾ ഇകഴ്ത്തി കാണിച്ചോ? അത് ഞങ്ങൾ അംഗീകരിച്ചുകൊണ്ടാണ് പറയുന്നത്. മനുഷ്യനെ അസൂയ പാടില്ല. ഇന്ത്യക്കാർ പറയുന്നത് മാത്രം പുണ്യവും ഞങ്ങൾ ആരുടെയും സഹായം തരാതെ അവസരവാദം അതൊന്നും ഈ നാട്ടിൽ നടക്കുന്ന കാര്യമല്ല. നമ്മൾ സാമാന്യ ബുദ്ധിയുള്ള മനുഷ്യരാണ്, നമ്മൾ ഈ നാട്ടിൽ ജീവിക്കുന്നവരാണ്. അതിനകത്ത് അധിക്ഷേപിച്ചത് കൊണ്ട് ആക്ഷേപിച്ചത് കൊണ്ടൊന്നും ഞങ്ങളെ പിന്തിരിപ്പിക്കാൻ നിങ്ങൾ വിചാരിക്കണ്ട. അത് കൂടുതൽ ദോഷം വരുമോ ഇല്ലയോ എന്ന് നിങ്ങൾ സ്വയം ആലോചിക്കുക എന്ന് എനിക്ക് ഇത്തരക്കാരോട് പറയാം. അപ്പോൾ കേക്കുമായിട്ട് വരുന്ന BJP നേതാക്കളെ ഇനിയും സ്വീകരിക്കും. നമ്മുടെ ഇന്ത്യ മഹാരാജ്യത്തിലെ പ്രധാനമന്ത്രി നമ്മളെ ക്രിസ്മസിന് ക്ഷണിക്കുന്നു. നമ്മുടെ ഒരു ഭരണാധികാരിയാണ് അദ്ദേഹം. അദ്ദേഹത്തെ അതിന്റെ ക്ഷണം സ്വീകരിക്കുന്നത് എന്താണ് തെറ്റ്? അങ്ങനെ ഉണ്ടെങ്കിൽ നമ്മുടെ മുഖ്യമന്ത്രിയുടെ ക്ഷണം സ്വീകരിക്കാൻ പറ്റുമോ? കേരളത്തിലെ നവകേരള സദസ്സ് നടത്തിയപ്പോൾ ഇതേ മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയനും ഈ അധിക്ഷേപിച്ച ശ്രീ ഗോവിന്ദൻ മാസ്റ്ററുടെ പാർട്ടിക്കാരുമാണ് ഞങ്ങൾ ക്ഷണിച്ചത്. എനിക്കും ക്ഷണമുണ്ടായിരുന്നു. ഇവിടെ പോയി ന്യായം പറയുന്ന ഈ നാവ്. അതുപോലെ അഭിമന്യ മാർ ജോസഫ് പാമ്പ്ളാനി പിതാവിനെയും മറ്റ് സമുദായ നേതാക്കളെയും ക്ഷണിച്ചിരുന്നു. അവരൊക്കെ പോയി. അപ്പോൾ ഈ കേക്കിന് വിഷമില്ലേ?